വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡ് എന്ന് വിടുന്ന മെസ്സേജുകൾ ധാരാളം പേരുടെ ജീവിതത്തിൽ അനുഗ്രഹകരമാകുന്നു എന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഒടുവരെ നിങ്ങളിത് കേൾക്കുമ്പോൾ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇന്ന് ഞാൻ എടുക്കുന്നൊരു ടോപ്പിക്ക് ആത്മീയമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചോദിക്കുന്നൊരു കാര്യമാണ്, ഇമ്പാർട്ടേഷൻ വേണോ? ആത്മീയമായ അങ്ങനെ ഒരു പകർച്ച ഉണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഞാൻ പ്രാപിച്ച പോരായോ? ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? വേറൊരാൾ തലയിൽ കൈവെക്കണം, അല്ലെങ്കിൽ അങ്ങനെ കൈവച്ചാൽ എന്തെങ്കിലും ലഭിക്കുമോ? അങ്ങനെയൊക്കെയുള്ള മീറ്റിങ്ങുകൾ കാണുന്നു. ഇതൊക്കെ സത്യമാണോ? ദൈവത്തിന് നേരിട്ട് എൻ്റെ മേൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന് അങ്ങ് പകർന്നാൽ പോരായോ? ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമല്ലേ? ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന് എൻ്റെ ദാഹവും എൻ്റെ ആവശ്യങ്ങളും എൻ്റെ സാഹചര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയത്തില്ലേ? നമ്മൾ അതേക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അല്പം ഡീപ്പായിട്ട് തന്നെ അരമണിക്കൂർ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അതിലൊന്ന് നമുക്ക് 133 സങ്കീർത്തനം വായിക്കുമ്പോഴുള്ള സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകും. അവിടെയെല്ലാം ഒരു യൂണിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. അതെത്ര മനോഹരവും അത്ര ശുഭവുമാകും. എന്നിട്ട് പറയുകയാണ്, അവിടെയല്ലോ യഹോവ ശാശ്വതമായ ജീവൻ കൽപ്പിച്ചിരുന്നത്. എന്തുവാ? അഹരോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് വസ്ത്രത്തിലേക്ക് ഒഴുകുന്ന വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ നിന്ന് പെയ്യുന്ന ഹെർമ്യോന്യ മഞ്ഞ പോലെയും their God had commanded blessing, കൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹം യൂണിറ്റിയിലാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അഹരോന്റെ തലയിൽ നിന്ന് അത് ഒഴുകുകയാണ്. തലയിൽ നിന്നും മുകളിലോട്ടല്ല ഒഴുകുന്നത്, താഴോട്ടാണ്. അതിനകത്ത് കണക്ട് ചെയ്തൊരു വചനമാണ് പത്രോസ് പറയുന്നത്, ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടത്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ്. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിടുന്ന പരിശുദ്ധാത്മാവിനായി നന്ദി പറയുന്നു. സറണ്ടർ അണ്ടർ ഹിസ് മൈറ്റി ഹാൻഡ്, ഹി വിൽ ലിഫ്റ്റ് യു അപ്പ് ഇൻ ഹിസ് ടൈം. അവിടെ പത്രോസ് പറയുന്നത്, അധികാരങ്ങൾക്ക്, മൂപ്പന്മാർക്ക്, ദാസന്മാരെ, നിങ്ങളുടെ യജമാനന്മാർക്ക് അവിടെ എല്ലാം താഴ്മ, പരസ്പരം താഴ്മ ധരിപ്പിൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ബലമുള്ള കൈക്കീഴിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴാണ് ദൈവമാക്കി വച്ചിരിക്കുന്ന അധികാരങ്ങൾ, ദൈവമാക്കി വച്ചിരിക്കുന്ന നിയമങ്ങൾ. നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം അങ്ങനെയാണെല്ലാം ചെയ്യുന്നത്. നമുക്ക് വചനത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അവിടെ തലയിൽ നിന്ന് താടിയിലേക്ക്, അത് വസ്ത്രത്തിലേക്ക്, വസ്ത്രത്തിൻ്റെ അഗ്രത്തിലേക്ക്, ഇങ്ങനെയാണ് ദൈവം അഭിഷേകം ഒഴുകുന്നത്. ദൈവം ഒരിക്കലും നേരിട്ട് ഒരാളുടെ മേൽ ഒത്തിരി പകരുകയല്ല. ഇവിടെ സബ്മിഷൻ ഉണ്ടോ, സറണ്ടർ, അവരിലൂടെയാണ് ദൈവം കൈമാറ്റം ചെയ്യുന്ന അവൻ്റെ അഭിഷേകം. അല്ലാതെ ഞാൻ ഇടുന്ന് പ്രാപിക്കാം, എനിക്ക് അവരെയൊന്നും വേണ്ട, ഇവരെയൊന്നും വേണ്ട, അവരെക്കാളൊന്നും ഞാൻ മോശമല്ല, അവരെന്നേക്കാൾ വലിയ കേവന്മാരല്ല, ഒന്നും പറയാനൊക്കത്തില്ല. ഞാൻ ഇന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ അനാഥനല്ല. എനിക്ക് ആത്മീയ 2 പിതാക്കന്മാരുണ്ട്. അതിൽ എൻ്റെ ഹൃദയമറിഞ്ഞ് എൻ്റെ ബലഹീനതകൾ എന്നെ അംഗീകരിച്ച് എനിക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ് ഉപയോഗിക്കുന്ന ശക്തനായ ഒരു ദൈവദാസൻ. അതുപോലെ തന്നെ ഒരു ദൈവദാസനുണ്ട്. എന്നെ 2 പേരുടെയും ക്യാരക്ടർ വ്യത്യസ്തമായിരുന്നു. ഒരാൾ സിൻസിയറിറ്റിയിൽ, പരമാർത്ഥതയിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്ന വേറൊരാൾ പഞ്ച്വല ടൈമും അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾഡ് ചെയ്യുന്നതിൽ 2 എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കുഴപ്പക്കാരുടെ കൂടെ ഒന്നും അല്ല ദൈവം എന്നെ നിർത്തിയത്. 3-4 കൊല്ലം അവിടെ നിന്ന് ശുശ്രൂഷ അഭ്യസിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്നും അവരെൻ്റെ ആത്മീയ ഗുരുക്കന്മാരാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ അവരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഞാനിനി നാളെ എത്ര വലിയ ആളായാലും ഞാൻ അവരുടെ അഭിഷേകത്തിൻ്റെ കീഴിലാണ്. അത് കർത്താവ് പറഞ്ഞു, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. നാളെ ദൈവം എന്നെ അവരെക്കാൾ ഉപയോഗിച്ചാലും അത് അഹരോന്റെ തലയാണ്. താടിയിലേക്ക്, വസ്ത്രത്തിലേക്ക്, അവിടെയല്ലോ യഹോവ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ അവിടെ അഭിഷേകമാണ്. യേശുവിനെ കുറിച്ചൊരു കാര്യം പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു. അമ്മയും ജോസഫും എല്ലാം കൂടെ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ അവിടെ അവർ കണ്ടില്ല കർത്താവിനെ. ചെല്ലുമ്പോൾ ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും മഹാപുരോഹിതന്മാരുടെ നടുവിലിരുന്ന് 12 വയസ്സുള്ള യേശു ഉപദേശിക്കും. അമ്മ പറഞ്ഞു, മകനെ, നീ എന്താ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്?
ആ സമയത്ത് എൻ്റെ വിഷയം അതല്ല, ഞാൻ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു, അമ്മയെ നിങ്ങൾ അറിയുന്നില്ല ഞാൻ എവിടെ ഇരിക്കണം, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ. അത് പറഞ്ഞ് കർത്താവിനോട് ഇരിക്കാൻ പറ്റുന്നു. പക്ഷേ മടങ്ങി വന്ന് അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. മനുഷ്യർക്കും ദൈവത്തിനും അവൻ ഫേവറിൽ, ദൈവകൃപയിൽ അവൻ എല്ലായിടത്തും അങ്ങനെയായിരുന്നു. മാതാവിന് കീഴ്പ്പെട്ട അധികാരത്തിന്, എങ്കിലും ദൈവിക അധികാരത്തിന് അവൻ്റെ പിതാവ് പറയാതെ എൻ്റെ നാഴിക വന്നിട്ടില്ല. എങ്കിലും അമ്മയെ യോഹന്നാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നിട്ട് നമുക്കവിടെ കാണാം. നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിൻ്റെ മിനിസ്ട്രിയിൽ മുഴുവൻ പിതാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലായിരുന്നു. ഇമ്പാർട്ടേഷനെ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത്. കൈവെപ്പ് വേണോ, പകർച്ചയുണ്ടോ? നമുക്കൊരു കാര്യം ചിന്തിക്കാം. ആ ഒഴുകുന്നത് മുകളിലോട്ടല്ല, മുകളിൽ താഴെയാണ്. പൗലോസ് തീമോത്തിയോട് പറയുന്നു, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. സ്റ്റയറപ്പ് എന്നാ പറഞ്ഞത്. When the leaders laid their hands upon you, there is something in you. നിന്നിലുണ്ട്, അത് ജ്വലിപ്പിക്കണം. നമുക്കറിയാം, പ്രായമുള്ള അമ്മച്ചമാരുടെ ഇപ്പം നമുക്കറിയാം, ഗ്യാസും അടുപ്പും എല്ലാം വന്ന് പണ്ട് കുഴലിൽ വെച്ച് ഊതുമ്പോൾ അതിനകത്തെ കനൽ കിടക്കുന്ന പോലെ. ഹല്ലേലൂയ. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നത്. ഏതെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ ഇമ്പാർട്ടേഷൻ ഇല്ല, കൈവപ്പില്ലെന്ന് പറയുന്നെങ്കിൽ that would be according to the guidance of evil spirit. ദൈവികമല്ല. ദൈവം എപ്പോഴും അവൻ്റെ വ്യവസ്ഥയാണ്, ഓർഡറാണ്. താഴേക്ക്, തലയിൽ നിന്ന് വസ്ത്രത്തിലേക്ക്, താടിയിൽ ആ ഒരു ഓർഡറാണ് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്റെ മേൽ പകർന്ന ഒരു അഗ്നിയുണ്ടല്ലോ, കൈവെപ്പിലൂടെ പകർന്നത്, അത് നീ ജ്വലിപ്പിക്കണം. തീർന്നില്ല. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കൊള്ളുവാൻ. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയെ മുഴുവനും പറയുന്നു, യേശു ദൈവപുത്രനല്ലേ, സമത്വമുള്ള ആളല്ലേ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൽ സമത്വമുള്ള ആളല്ലേ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തന്റെ ശുശ്രൂഷയിൽ, ആമേൻ, എൻ്റെ പിതാവ് പറഞ്ഞിട്ടല്ലാതെ എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് പറയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. He was fully obedient until the death on the cross. പിതാവ് പറയാതെ താൻ ഒന്നും ചെയ്തിട്ടില്ല. 30 വർഷം വെയിറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. ദൈവാത്മാവിലാണ് താൻ ശുശ്രൂഷ തുടങ്ങുന്നത്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. എലീശ അറിയപ്പെടുന്ന എലീശ എന്ന പേര് നാട്ടിൽ ചോദിച്ച അറിയത്തില്ല. ഏലിയാവിന്റെ കൈക്ക് തണ്ണീരൊഴിച്ചു കൊടുത്തവൻ. അത് ശുശ്രൂഷയെ കാണിക്കുന്നു. ഷോയിങ് ദ മിനിസ്ട്രി, സബ്മിഷൻ. ഇതെല്ലാം പറയുമ്പോൾ എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? സബ്മിഷൻ. ദൈവം എപ്പോഴും അതാണ് യാക്കോബ് പറയുന്നത്, നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ ഗ്രേസ് കൊടുക്കുന്നു. Those who are humble, he gives grace. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. ദൈവം അങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത്. തലയാകുന്ന ക്രിസ്തു. അതുകൊണ്ടാണ് കുടുംബജീവിതങ്ങളിൽ തന്നെ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴ്പ്പെട്ടിരിക്കാൻ പറയുമ്പോൾ എന്തോടെ പറയുന്നത്? അവൻ നിന്റെ തലയാണ്. ഭർത്താവിൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ഇതെല്ലാം ഓർഡറാണ്. ദൈവം എല്ലാം ചെയ്യുന്ന ഓർഡറാണ്. ഈ ഓർഡർ മാറിയ വലിയ പാടാ. വാല് തലയാകാനൊക്കത്തില്ല, തല വാലാനൊക്കത്തില്ല. ഇതെല്ലാം ഓർഡറാണ് ദൈവം വെച്ചിരിക്കുന്നത്. ആ ഓർഡറിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ. അതാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അതാണ് ദൈവം ഓരോരുത്തരെയും ഓരോ സ്ഥാനങ്ങളിലാക്കിയിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നു. ഇലിയാവിന്റെ കൈക്ക് തണ്ണീർ ഒഴിച്ചു കൊടുത്തു എലീശ. എലീശയുടെ ആത്മീയ പിതാവായിരുന്നു എലിയാവ്. എലീശയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നല്ലോ. ദൈവത്തോട് 21 ഇരുന്നും ഒരു 7 ഇരുന്നും ഒരു 3 ഇരുന്നും താനങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എൻ്റെ മേലേക്കെല്ലാം പകരാൻ. ആരിലൂടാ പകർന്നേ? ആരുടെ പുതപ്പാ വന്ന് വീണ എലീശയുടെ മേൽ? ആത്മാവിന്റെ ഇരട്ടി പങ്ക് ആരോടാ ചോദിച്ച്? ദൈവസഭ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി സത്യങ്ങൾ. ആരോടാ ചോദിച്ച് ആത്മാവിന്റെ ഇരട്ടി പങ്ക്? ദൈവത്തിനെ എതിർത്തോ? എടാ, ഞാനൊരു ദൈവം എന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുമ്പോൾ നീ ഏലിയാവിനോടാണല്ലോ ചോദിക്കുന്നത്. നീ എന്നോടല്ലേ ചോദിക്കേണ്ടി? അങ്ങനെയാണോ പറഞ്ഞേ? ദൈവം അത് അനുവദിച്ചല്ല യാത്ര. ദൈവം എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു, എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. യഹോവയാണ്, ജീവനാണ്, നിന്നെ വിടുകയില്ല. ഒത്തിരി പറയാനുണ്ട് ആ ഭാഗത്തെക്കുറിച്ച്. അങ്ങനെയാണ് ദൈവമാണ് അയച്ചതെങ്കിൽ ദൈവം എന്തിനാ കണക്ട് ചെയ്ത്? ആ മനുഷ്യനിലൂടെയാണ് ആ പകർച്ച. അത് താൻ വീണ്ടും ഓരോ വ്യക്തികളിലൂടെ പകരുകയാണ്. അതാണ് ആ കൈവെപ്പ്. സഭകളിലൂടെ അപ്പോസ്തലന്മാരുടെ ആ കൈവെപ്പ് ഇന്ന് വരെ തുടരുന്ന സഭയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടാരം വിട്ടുവരിയാതിരുന്ന ഒരു ജോഷുവ. ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ. എന്തിനാ മോശയുടെ പിന്തുടർച്ചക്കാരനായിട്ട് യോശുവയെ തെരഞ്ഞെടുത്ത്? എല്ലാവരും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പടം മടക്കി പോകുമ്പോൾ ഒരു യൗവനക്കാരൻ അവിടെ കിടക്കുകയാണ്, ശുശ്രൂഷിക്കുകയാണ്. മോശയുടെ ശുശ്രൂഷകനെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏലിയാവിൻ്റെ ശുശ്രൂഷകനെന്നാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷകനെന്നല്ല അവരെ പറഞ്ഞേക്കുന്നത്. അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ തന്നെ. അവിടെ മേളിലുള്ള ആടെ അഡ്രസ്സിൽ അറിയപ്പെടുന്നു. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല.
ഇവിടെയാണ് പകർച്ച. ഇതൊന്നും വേണ്ട, ദൈവവും ഞാനുമായിട്ടേ ഉള്ളൂ, എനിക്കെങ്ങും പോയി കീഴ്പ്പെടാൻ പറ്റത്തില്ല, എന്നെ അതിനല്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ചിന്തിച്ചു, അനാഥത്വം നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. ദൈവത്തിൻ്റെ വ്യവസ്ഥയല്ല, ദൈവം ഡയറക്റ്റ് അല്ല ദൈവം ചെയ്യുന്നു. ദൈവം തൻ്റെ അഭിഷിക്തന്മാരിലൂടെ ആ സബ്മിഷൻ എവിടെ നിങ്ങൾ താഴ്ന്നിരിക്കുന്നു ആ വ്യക്തിയിലൂടെയാണ്. നിങ്ങളുടെ ദേവദാസൻ ദുഃഖത്തോട് പറഞ്ഞ് ഇന്ന് അനവധി ദേവദാസന്മാർക്ക് പിതാക്കന്മാരെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, അനാഥത്വം വഹിക്കുന്ന ആത്മീയ നേതൃത്വമില്ല, തിരുത്തി കൊടുക്കാനില്ല, പറഞ്ഞു കൊടുക്കാനില്ല, ഗുണദോഷമില്ല. അവിടെയാണ് ഒരു ആത്മീയനെ ചോദിച്ചാൽ ആദ്യം അവരോട് ചോദിക്കണം, ഹൂ ഈസ് യുവർ സ്പിരിച്വൽ ഫാദർ? നിങ്ങൾ ഏത് കോൺഗ്രിഗേഷനിലാണ് നിങ്ങൾ ചില ശുശ്രൂഷയുമായിട്ട് ഒരുമിച്ചുകൊണ്ട്, ഏത് സഭയുമായിട്ടാണ്, ഏതാണ് നിങ്ങളുടെ ലോക്കൽ ചർച്ച്, ആരാണ് നിങ്ങളുടെ സീനിയർ പാസ്റ്റർ? ഓ, അങ്ങനൊന്നുമില്ല ദേവദാസനെ, ഞങ്ങൾ ആദ്യമൊക്കെ അവിടെ ആയിരുന്നു, ഇപ്പം അങ്ങനൊന്നുമില്ല, ഞാനിപ്പോൾ ചെറിയൊരു വേലയുമായിട്ട് ഇറങ്ങിയിരിക്കുക, എനിക്ക് അങ്ങനൊന്നുമില്ല. അല്ല, ആരാ നിങ്ങളുടെ മുകളിൽ? അങ്ങനൊന്നുമില്ല, ഞാനും ദൈവമായിട്ട്. നോ, ഇറ്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡോക്ട്രിൻ ഓഫ് ബിബ്ലിക്കൽ. അവിടെയാണ് ദൈവം കണക്ട് ചെയ്യുന്നത്, മറന്നുപോകില്ല. അതാണ് ദൈവീയ ആത്മീയ ശുശ്രൂഷയുടെ. പോള് പറഞ്ഞു, നിജപുത്രനായ തിമോത്തി, ജയിലിൽ ജനിപ്പിച്ച ഇന്ന ആള്, പൗലോസ് വിവാഹം കഴിച്ച ആളല്ല, താൻ ജനിപ്പിച്ച പുത്രന്മാരെന്ന് പറഞ്ഞാൽ ആത്മീയ പുത്രന്മാരായിരുന്നു. തിമോത്തി ആത്മീയ ശിഷ്യനായിരുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം പറഞ്ഞ ഒരാള് ആ അധികാരത്തിന് കീഴ്പ്പെടുമ്പോൾ ഞാനതാ പറഞ്ഞു, ഞാൻ ഇന്നിരിക്കുന്നെങ്കിൽ എൻ്റെ മുകളിൽ ഒരു പ്രസ്ഥാനം, ധാരാളം പേര് എന്നെ ആദ്യ സുവിശേഷം വിതച്ച ഒരു ദൈവദാസനുണ്ട്. ഞാൻ ഇന്നും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. എന്നെ സഭ തുടങ്ങാൻ സഹായിച്ച ഒരു ദൈവദാസനുണ്ട്. ആമേൻ. എനിക്ക് ആത്മീയ ഉപദേശം പറഞ്ഞു തന്നൊരു ബ്രദറിലെ ഒരു അച്ഛനുണ്ടായിരുന്നു ആദ്യകാലത്ത്. ഞാൻ അദ്ദേഹത്തെ കാട്ടി പ്രായമായിട്ട് ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. ആദ്യം എനിക്ക് ഒന്നും അറിയാത്ത രീതിയിൽ വചനം പറഞ്ഞു തന്നൊരു സഹോദരൻ. അവരെല്ലാം ഞാൻ നമിക്കാതെ ഞാൻ നമസ്കരിക്കുക എന്നുള്ളതല്ല, അവരെ ഞാൻ ഓർക്കും. ദൈവമേ, നീ അവരെ ഉപയോഗിച്ചല്ലോ. ദൈവമാണ് ഇതിൻ്റെ പിൻപിൽ. എപ്പോഴും കീഴ്പ്പെട്ടിരിക്കാൻ അങ്ങനെയുള്ള ഒരാൾക്ക് വേറെ ദൈവാസൻ്റെ കുറ്റം പറയാനൊക്കത്തില്ല. അവിടെയാണ് പിശാച് തകർക്കുന്നതാണ്. അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവ, പ്രത്യേകിച്ച് പിശാചുമായിട്ട് യുദ്ധം ചെയ്യുക, അതുപോലെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനെ ഞാൻ പറയാം. പിശാച് ചോദിക്കുന്നുണ്ട്, യേശുവിനെ പരിചയമുണ്ട്, പൗലോസിനെ അറിയാം, നിങ്ങളാരാ? കുഞ്ഞേ, വഞ്ചിക്കപ്പെടരുത്. ഇവിടെയും നേതൃത്വങ്ങൾ നമുക്ക് പലരുടെയും പല ഉപദേശങ്ങളോട് നമുക്ക് യോജിക്കാനൊക്കത്തില്ല. നിങ്ങൾ യോജിക്കാനൊക്കെ സ്നേഹത്തിൽ, വളരെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ നിങ്ങളുടെ ദർശനം അവരോട് ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു റിലീസ് അവരെന്ന് ആവശ്യപ്പെടാം. അവർ തരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറവുകൾ വരാം. പലപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് അംഗീകരിക്കണമെന്നില്ല. പക്ഷെ അവിടെയും സ്നേഹത്തിലുള്ള നല്ല ബന്ധത്തിൽ, വഴക്കുണ്ടാക്കിയല്ല, പിണങ്ങിയല്ല, പ്രതിസന്ധിയല്ല, മാറിയുന്ന ആ ദേവദാസൻ്റെ കുറ്റം പറയരുത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഒരു കാര്യങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് ഭൂതങ്ങളെ പുറത്താക്കുന്നല്ലേ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ദൈവം എന്നെ ആദ്യകാലം ചെയ്യുമ്പോൾ എന്നെ ആ ശുശ്രൂഷയിൽ എനിക്കൊരു ലീഡർഷിപ്പ് തന്ന ഒരു ദേവദാസനുണ്ട്. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ സഭ തുടങ്ങാൻ എന്നെ സ്നേഹിച്ച് എന്നെ പ്രാർത്ഥിച്ച് റിലീസ് ഒരു ദേവദാസനുണ്ട്. ഞാൻ അവരെല്ലാം ഓർക്കും എൻ്റെ പ്രാർത്ഥനയിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നും എനിക്ക് ഇടയിൽ നിൽക്കും. ഞാൻ ഇപ്പോഴും ചില ഉപദേശങ്ങൾ അവരോട് ചോദിക്കും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അവിടെയാണ് ദൈവം. മുകളിൽ നേതൃത്വം വേണം. നീ ഇവിടെ കീഴ്പ്പെട്ടിരിക്കണം. എത്ര ഉയർന്നാലും അവർക്ക് മീതയല്ല. അഭിഷേകത്തിൽ വ്യത്യാസം കാണുമായിരിക്കും, ഉയർച്ചയിൽ വ്യത്യാസം കാണുമായിരിക്കും. ശിഷ്യൻ ഗുരുവിന് മീതയല്ല. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടെ അടുത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം. 13-ാം അധ്യായം വായിക്കുമ്പോൾ അന്ത്യോക്യ സഭയിൽ പൗലോസിനെയും ബർന്നബാസിനെയും അവർ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവരെ വേർതിരിക്കുക. കരം വെച്ച് പ്രാർത്ഥിച്ച് ഉപസിച്ച് അവർ വേർതിരിക്കുകയാണ്. അപ്പോസ്തലരുടെ 6-ാം അധ്യായം നമുക്കറിയാം. സ്തെഫാനോസ് ഗ്രൂപ്പുകളെ ഒരു കരം വെച്ച് പരിശുദ്ധാത്മാവ് നിറവുള്ളവരെയും സാക്ഷ്യമുള്ളവരെയും തിരഞ്ഞെടുത്ത് കൈവച്ച് വേർതിരിക്കുകയാണ്. കൈവെപ്പ് ബിബ്ലിക്കലാണ്. അതിനെ അങ്ങനൊന്നും ഇല്ല എന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അങ്ങനെയാണ് ദൈവം പകരുന്നത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നന്ദിയോടെ സ്തുതിക്കും. ദൈവം ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കീഴടങ്ങിയിരിക്കുക. കാരണം കീഴടക്കമാണ് അഭിഷേകം കൊണ്ട്. രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആർക്കും കീഴടങ്ങിയിരിക്കാനൊക്കത്തില്ല. എല്ലാവർക്കും പെട്ടെന്ന് സ്ഥാനമാനങ്ങൾ, എല്ലായിടത്തും പെട്ടെന്ന് സ്ഥാനമാനങ്ങൾ വേണം. വളർന്നു വരണോ അതിൽ ഞാൻ ശ്രദ്ധിക്കുന്നു. പ്രത്യേക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വളർന്നവരെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളുടെ ചെങ്ങന്നൂരൊരു മിനിസ്റ്ററിനെ എനിക്കറിയാം, ശ്രീ സഹിച്ചറിയാൻ. ഞാൻ എൻ്റെ കുഞ്ഞിലെ വിദ്യാർത്ഥി രാഷ്ട്രീയമാണ്. ചെറിയ പ്രത്യേകമുണ്ട്. ഞാൻ കടന്നു, എനിക്ക് അദ്ദേഹം എന്നേക്കാൾ ഇളതായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പ്രവചിച്ചതാണ് മിനിസ്റ്ററാകുന്നതിന് മുമ്പ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഞാൻ പറഞ്ഞു, മന്ത്രിയാകുമ്പോൾ എന്ന് പറഞ്ഞു. ഇനിയും ചിലതിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണുന്നതെന്ന് പറയും. ഞാൻ പറഞ്ഞു,
ഒരു മിനിസ്റ്ററാന്ന് പുള്ളി ചിരിച്ചു. ഒരു 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 പാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ നടുവിൽ വെച്ച്, അന്ന് ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെറിയ ചെറിയ പ്രശ്നമിക്കുന്നത്. എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് അറിയത്തില്ല, അദ്ദേഹത്തെ അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്തത്. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചെങ്ങന്നൂർ ആളുള്ള വ്യക്തിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഇന്ന് മിനിസ്റ്ററായി, സാംസ്കാരിക വകുപ്പ് എന്താ കാര്യം, ചെറിയ ചെറിയ വളർച്ച, ഇവിടെയും കീഴടങ്ങി. അദ്ദേഹത്തിൻ്റെ ലീഡർമാരെ കുറിച്ച് പറയുന്ന ബഹുമാനത്തോടാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ആ ഒരു അധികാരങ്ങളൊക്കെ. അപ്പോൾ എവിടെയും രാഷ്ട്രീയ നിലപാട് UDFിലും എനിക്കറിയാം കീഴ്പ്പെട്ടിരിക്കുന്ന ധാരാളം പേരുണ്ട്. എല്ലായിടത്തും BJPയിൽ എനിക്കറിയാം നല്ല സബ്മിഷനുള്ള ധാരാളം. അവർക്കെല്ലാം അച്ചടക്കമുണ്ട്. ഓരോ പാർട്ടിക്ക് നിയമങ്ങളുണ്ട്, അച്ചടക്കമുണ്ട്. അച്ചടക്ക വിരുദ്ധം കാണിച്ച് അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അച്ചടക്കം എത്ര വലിയ പാർട്ടിയാണേലും വലിയ കുടുംബരി പ്രസംഗിക്കുന്നവരാണേലും ആ നിയമത്തിനകത്ത് ആ അച്ചടക്കം അവിടെ ഇല്ലെങ്കിൽ അവരെ ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഓരോ, ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെയാണ് ദൈവസഭയ്ക്ക് എന്തുമാത്രം അച്ചടക്കം വേണം. അച്ചടക്കമില്ല ഇന്ന് ദൈവസഭയ്ക്ക്. പിതാവാരാന്ന് ആർക്കും അറിയത്തില്ല, ആരാരെ ചെയ്ത്, എവിടെ പോകുന്നു, എവിടെയാണ് അവർ ലോക്കൽ ചർച്ച്, ഒന്നും അഡ്രസ്സില്ല. അത് ധാരാളം. ഞാൻ എല്ലാവരെയും കുറിച്ചല്ല, വളരെ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവപരമായ ഒരു കാര്യങ്ങളാണ്. ചർച്ചുകൾ പെരുകുന്നു കൂണുപോലെ. ഇവിടെ നാഥൻ ഏതടിസ്ഥാനമാണ്? ആരാണ് നിങ്ങളെ റിലീസ് ചെയ്തത് ചർച്ച തുടങ്ങാൻ? ആരാണ് നിങ്ങളോട് പറഞ്ഞത്? വഴക്കിട്ടിട്ടാണോ നിങ്ങളോട് പോയി? അവിടുത്തെ ഒരു മാനസാന്തരം വന്നോ? കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റിലീസ് വാങ്ങിയോ? അവിടുന്ന് ഒരു അനുഗ്രഹം വാങ്ങിയോ? ഏറ്റവും വലിയ ഞാൻ പറയാം, ആരുടെയാണേലും മാതാപിതാക്കളുടെ ശാപം ഒരിക്കലും നിങ്ങൾ വരില്ല. അതുപോലെ ഗൗരവമാണ് ആത്മീയ ഗുരുക്കന്മാരുടെ. നിങ്ങളെ നടത്തുന്ന ഒരു വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നവരൊക്കെ അവരുടെ ഹൃദയം പൊടിയാനിടയാണ്. നിങ്ങളുടെ ആവേശം കൊണ്ടോ ദേഷ്യക്കുറവുകൊണ്ടോ വന്നെങ്കിൽ മുഴങ്കാലിൽ നിന്നുകൊണ്ട് മുട്ടുമ്പോൾ അവരുടെ മുമ്പിൽ വീണ് അവരിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹം വാങ്ങണം. തലമുറകളെയാണിത് ബാധിക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ സബ്മിഷനാണ്, കീഴടങ്ങിയിരിക്കാനാണ്. ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തൊരു കാര്യം, പൗലോസ് നിങ്ങൾക്കറിയാം, ലേഖനങ്ങളിലും താൻ ചെയ്യുന്ന ശുശ്രൂഷകളിലും യേശുവിൻ്റെ കൂടെ നടന്ന പരിചയം തനിക്കില്ല. തനിക്ക് അറിയാമെന്ന് പറഞ്ഞാണ് 500 പരം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അകാലപ്രജ പോലെയുള്ള എനിക്ക് പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലൻ വിളിക്കാൻ യോഗ്യനല്ല. പക്ഷേ ഇന്ന് ഈ 12 പേരെയും മീതെയുള്ള ശുശ്രൂഷയായിരുന്നു പൗലോസിൻ്റെ. പക്ഷേ യെരൂശലേമിൽ സഭയ്ക്കും പത്രോസിനും കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പത്രോസിനെ ശാസിക്കുന്നുണ്ട് പൗലോസ് ചില കാര്യങ്ങളിൽ. പക്ഷെ അവിടെ ആ ഒരു തർക്കം ആ സഭയിലുണ്ടായപ്പോൾ യെരൂശലേം സഭയിൽ പോയി അവർ പറഞ്ഞ് അത് പരിഹരിക്കുന്നതായിട്ടും കൂടെ കാണാം. അവിടെയെല്ലാം കീഴ്പ്പെട്ടിരിക്കും. പൗലോസ് അയക്കുന്ന ഓരോ വ്യക്തികളോടും പറഞ്ഞു, നിങ്ങൾ ആ വ്യക്തി കീഴ്പ്പെട്ടിരിക്കണം. കീഴ്പ്പെട്ടിരിക്കാൻ എന്താണെന്നറിയോ? പിശാചിന് എന്താണ് ലൂസിഫർ ആയത്? എന്തുകൊണ്ടാണ് അവനെ ആ ദൂതന്മാരിൽ അവൻ പിശാചിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ മീതെ 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 വെച്ചിരിക്കും. ആ ദേവാസന അഭിഷേകത്തിൽ എനിക്ക് അഭിഷേകമുണ്ട്. എനിക്ക് അദ്ദേഹത്തെക്കാളും വലിയ കാര്യം, അദ്ദേഹത്തിന് വലിയ കൃപയില്ല, ഞാൻ അതിലും വലിയ പാർട്ടിയാന്ന് പറഞ്ഞ് മേളി കയറിയ ദൈവം ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ. അവനെ അടിച്ച് താഴെ ഇട്ടു. അവനാ ലൂസിഫർ. ഒരാൾ പറഞ്ഞു, താന്ന് 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 ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തിലുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം യേശു എന്ത് ചെയ്തു? താഴാവുന്നിടത്തോളം താന്ന് ദാസരൂപമെടുത്തു. ഗാനരചന നടന്ന സീമാരൻ തമ്പി സാറ് പറഞ്ഞ ഇങ്ങനെയാണ്, പല ഗുരുക്കന്മാരുമുണ്ട്, ഒത്തിരി ഗുരുക്കന്മാരെ എനിക്കറിയാം, ശിഷ്യന്മാരുടെ കാല് കഴിയ ഗുരു യേശു മാത്രമാണ്. പലരും കാല് നീട്ടി വെച്ച് കൊടുക്കും, കാല് കഴിയ ഗുരു യേശുവാണ്. അദ്ദേഹം പറഞ്ഞാണ് താന്നു. എന്തുമാത്രം താഴെ. അതാണ് ഈ കരംവെപ്പിൻ്റെയൊക്കെ ആ പ്രത്യേകത. അവിടെയാണ് അതിലൂടെയാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, എൻ്റെ പിതാവ് ചിത്രകാരൻ, ഞാൻ അതിലൂടെ ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. ഇദ്ദേഹം ഒന്നും പഠിച്ച ആളല്ല, എന്നെ അതിനെ കൊണ്ട് പഠിപ്പിച്ച് രവിവർമ്മ കോളേജിൽ. ഇദ്ദേഹം പഠിച്ച ആളല്ല, പക്ഷേ ഇദ്ദേഹം ആരെ കണ്ടാലും ഒരിക്കലേ രവിവർമ്മയുടെ മകൻ രാമവർമ്മ തമ്പുരാനും എങ്ങോട്ട് കാണാൻ ചെന്ന കഥ പറയുമായിരുന്നു പിതാവ്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഇവിടെ ചെന്നാലും പുള്ളി പെട്ടെന്ന് മുട്ടുമേലെ അങ്ങ് വീണിട്ട് പറയും, എന്നെ അനുഗ്രഹിക്കണം. ഒരിക്കൽ രാമവർമ്മ അദ്ദേഹം ചോദിച്ചാണ്, ഉടൂ ബേബി, എൻ്റെ പിതാവിൻ്റെ പടത്തിൻ്റെ പെട്ടയ്ക്ക് തൻ്റെ പടങ്ങൾ ചിത്രങ്ങളുണ്ടല്ലോ, തന്നെ ഞാൻ എന്തിനാ? ഇല്ല, എനിക്ക് അനുഗ്രഹം വേണം. അതുള്ളതൊരു ഗോപാലൻ സാറുണ്ട്, അവിടെ എനിക്ക് എന്നെ അനുഗ്രഹിക്കണം. ഒരു ഉണ്ണിത്താൻ സാറ് എന്നെ അനുഗ്രഹിക്കും. എവിടെ ചെന്നാലും പുള്ളി അത് ഞാൻ കൊണ്ട് ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ കല്ലുശ്ശേരി കൂടെ പോകുമ്പോൾ പറയും, ഇതുണ്ട് അവിടെ എനിക്ക് പറഞ്ഞു തന്ന ഒരു നമ്പ്യാർ സാറുണ്ട്. ഞാൻ പറയാം, എനിക്കത് ഒത്തിരി സ്വാധീനിച്ചു. ഞാൻ ഇവിടെ പറയുന്ന ആത്മീയപരമായ കാര്യങ്ങളിൽ എന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈയിടെ എല്ലാവരും പറഞ്ഞു, ഞാൻ എല്ലാവർക്കും കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ലോകം മുഴുവൻ ദൈവം എന്നെ ഉപയോഗിച്ചാലും അവിടെയാണ് അഭിഷേകം. അഗുരുവിൻ്റെ തലയിൽ നിന്ന് താടിയിലേക്ക്, വസ്ത്രത്തിലേക്ക് ഒഴുകുന്ന അഭിഷേകം. ഈ ലീഡർഷിപ്പ്, ഈ സബ്മിഷൻ വേദോസ്തലം അങ്ങനെയുണ്ട്. കരം വെച്ച് വേർതിരിക്കുകയാണ്. കരങ്ങളിലൂടെ നമുക്കറിയാം, അപ്പോസ്തലന്മാർ അവിടെ വരുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ല. അവരുടെ സ്നാനം യോഹന്നാന്റെ സ്നാനമായിരുന്നു, മാനസാന്തര സ്നാനവും. വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ, അതായത് പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് കരം വെക്കുമ്പോൾ അവിടെ അഭിഷേകം ലഭിക്കുകയാണ്.
ഇമ്പാർട്ടേഷൻ ഉണ്ട്. ഇതാരാ ഇല്ലെന്ന് പറഞ്ഞ് പല വീഡിയോയിലും കാണുന്നുണ്ട്. അവിടെയൊക്കെ ഭയങ്കര, ഞാനതേക്കുറിച്ച് ഇനിയും പറയാം നിങ്ങളോട്. ഫയർ കോൺഫറൻസ് വേണോ, ഇതുകൊണ്ടൊക്കെ ഉള്ള പ്രയോജനങ്ങൾ എന്താണ്? ഇമ്പാർട്ടേഷൻ ഞാൻ പറഞ്ഞത് ഗുരു ശിഷ്യൻ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു ആത്മീയ നേതൃത്വം ഉണ്ടായിരിക്കണം. ആത്മീയ നേതൃത്വം ഉണ്ടായിരിക്കണം. ഞാൻ ഈ ക്രൂസൈഡുകളെല്ലാം മാസം നടത്തുമ്പോൾ എൻ്റെ ആത്മീയ ഗുരുവിനോട് 2 പേർക്ക് മെസ്സേജ്, ഒരാൾ അതിന് റെസ്പോണ്ട് ചെയ്ത് എന്നെ പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും നമ്മൾ അവിടെയൊക്കെ തിരക്കുള്ളവരായി ഇപ്പോൾ എന്നും ചെയ്യുന്ന ഓരോ പ്രാവശ്യം അവരോട് ചോദിച്ച് പല കാര്യങ്ങളും. പക്ഷേ ഞാൻ ആത്മാവിൽ അവരെ സ്നേഹിക്കുന്നു, വണങ്ങുന്നു എന്ന് പറഞ്ഞാൽ വണങ്ങുന്ന നമസ്കാരമല്ല, ഹൃദയത്തിൽ ഓണർ ചെയ്യുന്നു. നിങ്ങളറിയാതെ നിങ്ങൾ വളരും. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, നിനക്കൊരു ടീച്ചറുണ്ടെങ്കിൽ, നീ എത്ര ഉന്നതി വന്നാലും നീ അവരെക്കാൾ മീതയല്ല. നേതൃത്വങ്ങളൊന്നും ഒരാൾ അവരുടെ മീതയല്ല. അവരെ ഗുരുവിനോട് ഒപ്പം മതിയെന്നാണ് പറയുന്നത്. ഒപ്പം പോലുമല്ല ഞാൻ പറയാം, താഴ്ന്നാണ്ടിരിക്കണം. അവിടെ അനുഗ്രഹം വരും. ദൈവത്തിൻ്റെ വ്യവസ്ഥയത്. ഇവിടെ നമ്മൾ താണിരിക്കുന്നു, അവിടെ ദൈവിക വ്യവസ്ഥയുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ആദ്യം നിന്ന ഒരു ചർച്ചിൽ അവിടെ ഒരു ദൈവദാസൻ എന്നോട് എപ്പോഴും പറയും, ഷാജി നീ അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം, നീ അവിടെ നിൽക്കണം. നീ ചോദിക്കേണ്ട എന്നോടല്ല ചോദിക്കുന്നത്, നിനക്ക് മീതെ ഞാൻ. പലയിടത്തും ഞാൻ പറയാം, ഭാഷ പറഞ്ഞാൽ കേൾക്കാം, ദൈവം പറഞ്ഞാൽ കേൾക്കാം, ആ പുള്ളി പറഞ്ഞാൽ കേൾക്കത്തില്ല. ആ ആൻറ്റി മാത്രം എന്നോട് പറയരുത്, എനിക്കിഷ്ടമല്ല. അവിടെ നിന്റെ കൃപ പോയി. ആ ആൻറ്റി ആരാക്കിയിരിക്കുന്നേ, ആ പുരുഷനെ ആരാക്കിയിരിക്കുന്നു. ഒരു പക്ഷേ നീയുമായിട്ട് നോക്കുമ്പോൾ നിനക്ക് അദ്ദേഹത്തെക്കാളും കഴിവാണ്. പക്ഷെ ആ വ്യക്തി അപ്പുവിൻ്റെ ഏതൊരു വ്യക്തിയോടുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. ആ വ്യക്തിയെ അപ്പോയിന്റ് ചെയ്ത് ആ സ്ഥാനത്താക്കിയ ഒരാൾ നേതൃത്വത്തോടെ ഉണ്ട്. ഞാൻ എല്ലാവർക്കും കീഴ്പ്പെടാം, പക്ഷെ ആ വ്യക്തിയോട് കീഴ്പ്പെടാൻ പറയല്ല. അവിടെയെല്ലാം ഡിസൊബീഡിയൻ്റ് ആണ്, റിബലാണ്. അവിടെയൊക്കെ പിശാച് പ്രവർത്തിക്കും. അവിടെയൊന്നും ദൈവകൃപ അനുഭവിക്കാൻ നമുക്ക് കഴിയത്തില്ല. ദൈവങ്ങളെ, ഞാൻ വളരെ താഴ്മയോടൊരു ആത്മീയ സത്യമാണ് ഞാൻ പറഞ്ഞത്. കൈവെപ്പുകളിലൂടെ ആരെങ്കിലും നിങ്ങൾക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു നേതൃത്വം നിങ്ങൾക്കില്ലെങ്കിൽ, നിങ്ങൾ ഈ ഇടയിലില്ലാത്ത ആടുകളെ പോലെ, കർത്താവ് പറയുന്നത് ഇടയിലില്ലാത്ത ആടുകളെ പോലെ കണ്ടപ്പോൾ, ചെതറിയിരിക്കുന്ന കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം ദുഃഖിച്ചു. മൂഡ് വിത്ത് കമ്പാഷൻ. ഇടയിലില്ലാത്ത ആടുകളെ പോലെ. ഇവിടെ ഇടയന്മാർക്ക് കുഴപ്പമൊന്നുമില്ല, ശുശ്രൂഷകർ ഇഷ്ടം പോലുണ്ട്. വിശ്വസ്ത ശുശ്രൂഷരെ ആ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാവരും ദൈവം ഒരുക്കട്ടെ. അത് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ആത്മീയ നേതൃത്വം വേണം. ഏതെങ്കിലും ഒരു അധികാരത്തിന് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. ശതാധിപൻ വന്ന് പറയുന്നൊരു വാക്കുണ്ട്, ഞാനും അധികാരത്തിന് കീഴിലുള്ള ആളായതുകൊണ്ട് നീ കൽപ്പിച്ചാൽ താനും അതിൽ തൻ്റെ മുകളിലൊരു അധികാരമുണ്ട്. ആ അധികാരത്തിന് കീഴിൽ അതിന് മീതെ സിംഹാസനം വെക്കാൻ നിങ്ങൾ പോകല്ല. അതുകൊണ്ടില്ലേ പല കസേരകളി വീഴുന്നത്, പല കാര്യങ്ങളിൽ. ഇന്ന് പെന്തിക്കോസ്ത് സമൂഹങ്ങളിലും ഉണ്ട് കസേരകളി. അധികാരത്തിന് നീ പോകണ്ട, നീ അവിടെ കീഴ്പ്പെട്ട് നിനക്ക് ആ സ്ഥാനത്തില്ല. വേണ്ട, ദൈവം നിന്നെ ഉയർത്തുന്നത്. എന്നെ അതാക്കിയില്ല, എന്നെ ഇതാക്കിയില്ല. രാഷ്ട്രീയം കളിക്കല്ല ഇതിനകത്ത്. ഇത് ദൈവികമാണ്. ഇത് ഭയങ്കര തീയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്ന ഭയങ്കരമാണ്. ഉയർത്തുന്ന ദൈവം. തെക്കെന്നും വടക്കെന്നും പടിഞ്ഞാറെന്നുള്ള ഉയർച്ച വരുന്നത് ദൈവവാനായാധിപതി. ദൈവം ഓരോരുത്തരെ ഉയർത്തും. ദാവീദ് പറയും, എന്നെ സഹോദരന്മാരിൽ ഉയർത്തി. മീകളിനോട് പറയാൻ തനിക്ക് തൻ്റെ ഇടമുണ്ടായിരുന്നു. നിന്റെ അപ്പൻ്റെ ഗ്രഹത്തെക്കാളും എന്നെ, ഇടയച്ചെറുക്കനായ എന്നെ. എസ്തേർ അറിയാം, ഒരു അനാഥ ഓർഫൺ ഉമ്മണായിരുന്നു. അവളെ ക്യൂനാക്കി ദൈവം. രൂത്ത് വെറും ഒരു അടിമ ബാലിക പോലെ. അവൾ പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. ആ അമ്മായിയമ്മയ്ക്ക് അവൾ കീഴ്പ്പെട്ട് ഉറപ്പ ഉമ്മ കൊടുത്തിട്ട് അവൾ പോയി. രൂത്ത് കീഴ്പ്പെട്ടിരുന്നു. ഞാൻ ഇന്ന് ഈ സമീപം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. ഒരു വീട്ടിൽ നിന്നെ വിവാഹം അയച്ച അവിടെ നീ കീഴ്പ്പെട്ടിരിക്കണം. പരസ്പരം സ്നേഹം, അധികാരങ്ങൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. മൂത്ത സഹോദരിയുണ്ട്, അമ്മയ്ക്കെതിൽ മൂത്ത സഹോദരനുണ്ട്. അവിടെ ഇവിടെയെല്ലാം സബ്മിഷൻ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ട് പിന്നെ കോടതിയിൽ ശേഷം പോലും വേണ്ടെന്ന് പറഞ്ഞത്. ആ സ്നേഹം അവിടെ വരും. പരസ്പരം അതുകൊണ്ടല്ലേ മത്സരങ്ങൾ, അതുകൊണ്ടല്ലേ വഴക്കുകൾ, അധികാരമോഹങ്ങൾ വരുന്നത്. ഇനി ആരെങ്കിലും ചൂഷണം ചെയ്യേണ്ടത് ദൈവം അതിൻ്റെ പിൻപിലുണ്ടെങ്കിൽ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരമില്ലെന്നല്ലേ വേദപുസ്തകം പറയുന്നത്. ദൈവമാണ് ഈ അധികാരം നൽകിയെങ്കിൽ ദൈവം അത് കൈകാര്യം ചെയ്യത്തില്ലേ? അതുകൊണ്ട് നമുക്ക് ഒന്ന് വിധേയപ്പെടുത്താണ്. നിങ്ങളെ എവിടെയെങ്കിലും സഭകളിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ അവിടെ മീതെ കയറാൻ നോക്കല്ലേ. അവർ നിങ്ങളെ ഒന്ന് ഏൽപ്പിക്കുന്നില്ലെങ്കിൽ വിശ്വസ്തയോടെ നിന്നു ദൈവോട് ഉപയോഗിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ദൈവം എന്നെ ഓർമ്മിക്കുന്ന, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേൾക്കുന്നെങ്കിൽ അദ്ദേഹം കേൾക്കട്ടെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പേരൂടെ ഞാനങ്ങ് പറയാം. തങ്കു ബ്രദറാണ് എവലിവിസ്റ്റ്. ഞാൻ എൻ്റെ ചെങ്ങന്നൂർ കൂട്ടായ്മ നിൽക്കുമ്പോൾ കൊച്ചു സഭയാണ്, വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും ടീമിനെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ കൗൺസിലിങ്ങോട്ടൊക്കെ എന്നെ അയക്കും. പ്രവർത്തനങ്ങൾ കുറവാണ്. അന്ന് ഞാൻ തങ്കു ബ്രദറിൻ്റെ, ഞാൻ അവിടെ കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനന്ന് അവരുടെ പുള്ളിക്കാരൻ്റെ ഫാദറിലെ വന്നുകൊണ്ട് എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടായിരുന്നു അനിച്ചാൻ.
ഞങ്ങളിങ്ങനെ അദ്ദേഹം വണ്ടിയെ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ അവരെ കൂടെ അവരുടെ വണ്ടിയെ അനിച്ചൻ്റെ വണ്ടി ഓടിച്ചോടെ പോകും. അങ്ങനത്തെ ഒന്നും അറിയാം, പിന്നെ അറിയാമെന്നറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്ന ഘട്ടത്തിൽ എനിക്കൊരു ആഗ്രഹം, വലിയ സഭയല്ലേ ഹെവൻലി വിഷൻ, അവിടെ ഒത്തിരി വർക്കുകളുണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങളവിടെ ഉണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പം ഞാൻ എൻ്റെ ദേവദാസൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, പക്ഷേ ഞാനിങ്ങനെ ഹെവൻലി വിഷൻ തങ്കവ്രതനുമായിട്ടൊരു പരിചയം ഉണ്ടെന്ന് ചോദിച്ച് അവിടെ മാതൃകളോടൊക്കെ ചാക്കിട്ടു. പുള്ളിയോട് ഒന്ന് പറയണം, ഞാനിവിടെ പോകുന്നില്ല, 6 മാസമായിട്ട് കോഴ്സ് സ്റ്റുഡൻകാരുടെ കോഴ്സ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഒന്ന് പറഞ്ഞ് അവിടെ ഒന്ന് കയറിയാൽ എന്താ? എന്നെ നടന്ന ആത്മീയ നേതൃത്വം തോമസ് പാഷ പറഞ്ഞു, ഷാജി അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല പക്ഷേ ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട്, എനിക്ക് പേര് ചെയ്യണമെന്ന് അങ്ങ് ഭയങ്കര ആവേശത്തിൽ നിൽക്കുക. കാരണം പടം വരെയെല്ലാം വിട്ട് ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചിരിക്കുമല്ലോ, എല്ലാം ചെയ്യണ്ടേ. ഉടനെ പാഷ പറഞ്ഞു, ഷാജിയുടെ ഇഷ്ടമെന്ന് പറഞ്ഞു, കോണ്ടാക്ട് ചെയ്ത് സാരമില്ല, ഞാനും വേണേ തങ്കവ്രതനോട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങൾ കേട്ടോളൂ, ഞാൻ ഈ തങ്കവ്രതൻ എന്ന് പറയുന്ന മനുഷ്യനെ ലോകം മുഴുവൻ എന്തെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കൊരു സാക്ഷി എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ക്ലിപ്പ് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇട്ട് കൊടുത്തോണം. ഞാൻ അങ്ങനെ ഒരു അവസരം കിട്ടി, പുള്ളിയെ വിളിച്ചു. 2004 സംഭവമാണ്, നിങ്ങൾ മനസ്സിലാണ്. സഭ അന്ന് 10,000ങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന സഭയാണ്. ഞാനിങ്ങനെ തങ്കവ്രതനെ വിളിച്ചു. തങ്കവ്രതനെ ഞാൻ ചെങ്ങന്നൂരുള്ള ആളാണ്, അറിയാമല്ലോ, അവിടുത്തെ അങ്ങയുടെ ഫാദറിലോ എൻ്റെ പിതാവിൻ്റെയൊക്കെ കൂട്ടുകാരനാണ്. ഞാനിങ്ങനെ വണ്ടിയെ ഞാൻ അമ്മാമ്മയും കൊണ്ടൊക്കെ അവിടെ വരുന്നത്. അന്നേ ഒരു കാറെ ഞാൻ അച്ഛനത് വയ്യാത്തവൻ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ എന്തോ ബ്രദറെ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ നിന്ന് ഒത്തിരി മേഖലകളുണ്ടായിരുന്നു ശുശ്രൂഷിക്കാൻ, ഒത്തിരി കെയർ സെല്ലുകളും ഒത്തിരി പ്രസ്ഥാനങ്ങളും ഉണ്ട്. എന്നെ ഒന്ന് അവിടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാമോ? ഞാനിവിടുത്തെ അനുവാദം മേടിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്യം ഒരിക്കലും, ബ്രദറെ അത് കൊച്ചു സഭ, അത് മതി ബ്രദർ, അവിടെ കീഴടങ്ങി അവിടെ ഇരുന്നോ, ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അദ്ദേഹത്തിന് വേണേൽ ക്യാൻവാസ് ചെയ്യാമായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ്റെ മേൽ കിടക്കുന്ന ആത്മീയ അധികാരത്തിൻ്റെ ശക്തി എന്തുവാണ്. ഞാനിത് പിന്നെ പുള്ളിയോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഹെവൻലി വിഷൻ്റെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇത് കേൾപ്പിക്കണം. അദ്ദേഹം മറന്നുപോയി കാണും. അദ്ദേഹത്തിൻ്റെ അനിയൻ ടോം എൻ്റെ ഫ്രണ്ടാണ്, ചേക്കുന്നൂർ. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞത് വേണ്ട, അദ്ദേഹത്തിൻ്റെ ക്യാൻവാസ് ചെയ്യണം, അതൊരു പ്രവർത്തനം നടക്കുക, നിങ്ങളിങ്ങനെ പോലും കുഴപ്പമില്ല, റിലീസ് മേടിച്ചിട്ട് വന്നാൽ മതി. അദ്ദേഹം നിങ്ങളായിരിക്കുന്നിടത്ത് കീഴ്പ്പെട്ടിരുന്നു. ദൈവദാസന്മാർ ഏതെങ്കിലും സഭകളിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ കീഴ്പ്പെട്ടിരുന്നു. തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. കരംവെപ്പിലൂടെയാണ്. മുകളിൽ നേതൃത്വം വേണം, ഞാൻ നിർത്തുകയാണ്. മുകളിൽ അധികാരം വേണം, അഹരോന്റെ തലയിലും താടിയിലേക്ക് വസ്ത്രത്തിലേക്ക് മുകളിൽ വേണം. ഇലിയാവിൻ്റെ ശുശ്രൂഷ ചെയ്ത കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കീഴ്പ്പെട്ട് നിന്നു. അനുഗ്രഹമുണ്ട്. കുറവുകൾ വരാം. നിങ്ങളുടെ സംശയം നിങ്ങൾക്ക് ഒരു തരത്തിൽ ആ സഭയെ നിങ്ങൾക്ക് പറ്റത്തില്ല. സ്നേഹത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് അവിടെ നിന്ന് റിലീസ് വാങ്ങാം. എല്ലാ അനുഗ്രഹത്തിലും ദൈവസ്നേഹത്തിലും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കൈവപ്പുകളുണ്ട്, അതിലൂടെ പകർച്ചയുണ്ട്. ദൈവം താഴ്മയിലൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, സബ്മിഷനിലൂടെയാണ് ചെയ്യുന്നത്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇതൊക്കെ അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.